ഈ പടത്തിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷ് ഇടുക്കി എന്ന ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ നമ്മുടെ ബൈജു എഴുവന്നച്ചേട്ടൻ അഭിനയിച്ച കൂടോത്രം എന്ന സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ്. ആ സിനിമയുടെ തിരക്കഥാകൃത്ത് നമ്മുടെ സന്തോഷ് ഇടുക്കിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു പൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എല്ലാവരും പറയുന്ന പോലെ മധുരം വെപ്പ്, ആ മധുരം വെപ്പ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ പല അർത്ഥങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ആ ചിത്രത്തിൻ്റെ ടൈറ്റിലിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ശ്രീ സിറിയൻ ആലഞ്ചേരി അദ്ദേഹം ജോയിൻ ചെയ്യുന്നു. ശ്രീ സന്തോഷ് ഇടുക്കിയും ജോയിൻ ചെയ്യുന്നു. പൈററ്റ്സ് ഓഫ് ഇടുക്കി ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ ആലഞ്ചേരി സിനിമാസിന്റെ ലോഗോ ആണ് ഇവിടെ റഷീദിക്ക റിലീസ് ചെയ്യാൻ പോകുന്നത്. ആലഞ്ചേരി സിനിമാസിന്റെ ലോഗോ റഷീദിക്ക ഇവിടെ റിലീസ് ചെയ്യുകയാണ്. നന്ദുചേട്ടൻ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നന്ദുചേട്ടൻ റിലീസ് ചെയ്യാൻ പോവുകയാണ്. സന്തോഷമുണ്ട്. പിന്നെ ആക്ടിംഗ് ക്ലാസിന്റെ ഉദ്ഘാടനത്തിലേക്ക് ബോംബെയിൽ പോയിരുന്നു. വളരെയധികം സന്തോഷം. എല്ലാവരും ആശംസകൾ. സന്തോഷ് കീഴാറ്റൂർ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. എൻ്റെ വളരെ 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 പ്രിയപ്പെട്ട സുഹൃത്താണ് സന്തോഷ് ഇടുക്കി. അപ്പോൾ സന്തോഷിൻ്റെ ആദ്യം സിനിമ എഴുതി കൂടോത്രം നല്ല വിജയത്തോടുകൂടി തിയേറ്ററിൽ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ സിനിമ സംവിധാനം ചെയ്തു, തിരക്കഥ എഴുതി. മൂന്നാമത്തെ സിനിമ മധുരം വെപ്പ് മൂന്നാമത്തെ സിനിമയാണ്. നല്ല മധുരമുള്ളതായി മാറട്ടെ എന്ന് ഹൃദയത്തോടെ ആശംസിക്കുന്നു. ഈ യാത്രയിൽ എന്നെയും കൂടെ ചേർത്തത് ഒരുപാട് സന്തോഷം. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം തരും. താങ്ക് യു സന്തോഷേട്ടാ. ശ്രീ വാഴൂർ ജോസേട്ടാ ആശംസകൾ. 2 വാക്ക്. വരൂ ജോസേട്ടാ. എത്ര വർഷമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ആളാണ്? എന്തായാലും മധുരം വെപ്പ് എന്നെയൊക്കെ പോലെയുള്ള ആൾക്കാർക്ക് ഇത് കൗരവമുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് ലിസ്റ്റിനുമൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായ ഒരു ചടങ്ങാണ്. അപ്പോൾ ആ ചടങ്ങിൻ്റെ കൗരവവും മധുരമൊക്കെ ഈ സിനിമയിൽ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ സ്ത്രീയൊക്കെ നിർമ്മിച്ചിട്ടുള്ള പുതിയ സിനിമ അത് റെഡിയായിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് ലോഞ്ച് നടക്കുന്നുണ്ട്. എല്ലാ ചടങ്ങുകൾക്കും തുടക്കങ്ങൾക്കും ആശംസിക്കുന്നു. എൻ്റെ ഭാഗം കൂടെ ആയതുകൊണ്ട് ഞാൻ കരുതുന്ന പറയേണ്ട കാര്യമില്ല, എന്നാലും പറയുകയാണ്. നല്ല വിജയം ഉണ്ടാകട്ടെ. സന്തോഷമായ കഴിവുള്ള ഒരു കലാകാരനാണ്. ഇടുക്കിയുടെ സുഗന്ധങ്ങളൊക്കെ ഒരു മലഞ്ചരക്കിൻ്റെ ഗന്ധമൊക്കെ ഇതിനകത്ത് കാണും. അതിൻ്റെ കാർഷിക മേഖലയുടെയും അവിടുത്തെ കുടുംബ ബന്ധങ്ങളുടെയും അവിടുത്തെ ആചാര രീതികളുടെയൊക്കെ ഒരു കൂട്ടായ്മ കൂടെ ആയിരിക്കും ഈ സിനിമകളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലതാണ്. താങ്ക് യു ജോസേട്ടാ. മെറീന ആശംസകൾ ഞാൻ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പരിചയ മുഖങ്ങളുണ്ട്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് എത്തിയത്. എന്തായാലും ഈ ഒരു സിനിമയുടെ പ്രവർത്തനത്തിൽ എല്ലാവർക്കും എല്ലാ വിശ്വാസം അറിയിക്കുന്നു. മധുരം വെപ്പ് എന്ന് ഏട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 അർത്ഥങ്ങളുണ്ട്. മധുരത്തോടെ വേണമെങ്കിൽ വെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാറ വെക്കുന്നതും ആവാം. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ടൈറ്റിൽ ഭയങ്കര ഒരു സസ്പെൻസ് നിറഞ്ഞതുകൂടെയാണ്. മധുരത്തോടെയുള്ള വെപ്പാണോ അതോ മധുരം വെപ്പാണോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് കാണാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗം വഹിക്കുന്നതുകൊണ്ട് വെരി എക്സൈറ്റഡ് ടു വർക്ക് വിത്ത് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ഒരു മധുരം വെപ്പെന്ന ചിത്രത്തില് ബാക്കി എല്ലാ സീനിയർ ടെക്നീഷ്യൻസിനൊപ്പം പിടിച്ചു നിന്ന ന്യൂജൻ ഒരു ടെക്നീഷ്യൻ ഉണ്ട്.
യെസ്, ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ മിസ്റ്റർ ജിസ്പിൻ. അല്പം വൈകി പോയി ജിസ്പിൻ ഇങ്ങോട്ട് എത്താനായിട്ട്, ബ്ലോക്കിൽ പെട്ടുപോയി. ജിസ്പിൻ, ഞങ്ങൾ ആ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ജിസ്പിനെ ഞങ്ങൾ മിസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ക്ഷണിക്കുകയാണ് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി. കോട്ടയത്തായിരുന്നു. ഞങ്ങൾ നാട്ടുകാരാണ് കേട്ടോ. നാട്ടുകാരാണല്ലോ ഞങ്ങളെ പരിചയപ്പെടുത്തിയത്. സന്തോഷമാണ് ഈടായിട്ട് ഒരു ദിവസം ആളെ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് വേറെ കലാകാരനെ പരിചയപ്പെടുത്താം, വേറെ സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കും 1 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ആ ബന്ധമാണ് ഇവിടെ തുടങ്ങിയത്. വൈച്ചേട്ടൻ്റെ ഡോക്ടർ ഞങ്ങൾ എല്ലാവരോടും നമ്മുടെ നാട്ടിൽ ചെയ്തു. ഈ പടം നല്ലൊരു വിജയമാക്കട്ടെ വെച്ചിട്ടാ. അപ്പം ഒത്തിരി സന്തോഷം. താങ്ക് യു. നമ്മുടെ ഓഡിയോ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സന്തോഷ് ചേട്ടനെ ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. സന്തോഷ് ചേട്ടന് ഈ ഒരു ചടങ്ങില്, സന്തോഷ് ചേട്ടന്റെ ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് വേണ്ടിയിട്ട് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഒരു സ്നേഹത്തോടുള്ളൊരു നന്ദി വാക്ക് സന്തോഷ് ചേട്ടൻ പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സന്തോഷ് ചേട്ടനെ ക്ഷണിക്കുന്നു. താങ്ക് യു. നമ്മള് ഈ എന്താ പറയാ, മിമിക്രി പരിപാടിയിൽ നിന്ന് വന്നതുകൊണ്ട് സ്റ്റേജിൽ ഡിലേ ആകുമ്പോൾ അടുത്തൊരു പരിപാടിക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സിറിയ കാലഞ്ചേരി 2 വാക്ക് ആശംസ പറഞ്ഞു. ഇല്ല, പറഞ്ഞു. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ 100 പേരെയാണ് പ്രതീക്ഷിച്ചത് ഈ ഒരു ഫംഗ്ഷനിൽ. കാരണം ഈ മഴക്കാലത്ത് ഒരു സിനിമയുടെ പൂജാ ചടങ്ങൊന്നും വെച്ച് ആരും വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ അല്ല. പക്ഷെ ദൈവം സഹായിച്ച് ഇത്രയും ആളുകൾ, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സ്നേഹം, ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹത്തിന്. ഇദ്ദേഹം തിരുവല്ലയിൽ നിന്നാണ്, പുതിയ ആളാണ്, പക്ഷെ ഭയങ്കര കഴിവുള്ള ഒരാളാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ചുമ്മാ എന്നൊക്കെ പറഞ്ഞിരിക്കാതെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ അറിയാം. നന്നായി വരട്ടെ, ദൈവം സഹായിക്കട്ടെ. ഒത്തിരി വലിയ ആളായി നിൽക്കുന്നതുകൊണ്ട് ഒത്തിരി ഉയരത്തിലേക്ക് നോക്കാൻ ഇനിയും ഉയർന്നു പോകട്ടെ, ദൈവം സഹായിക്കട്ടെ. ഇദ്ദേഹത്തിന്റെ പേര് ജെയ്സൺ ജോൺ. ഈ പാട്ടുകൾക്കും നിങ്ങൾ പ്രോത്സാഹനം നൽകണം, ഇദ്ദേഹത്തിന്റെ കഴിവിനെയും പ്രോത്സാഹിക്കണം. പിന്നെ ജിസ്ബിൻ സെബാസ്റ്റ്യൻ വളരെ വൈകിയ വന്നെങ്കിൽ ഉറങ്ങിപ്പോയി നിൽക്കല്ലേ ജിസ്ബിൻ? ആര്? ഇന്ന് ഇത്രയും മഴയത്തും ഇന്ന് ഈ ഇവിടേക്ക് ഈ അതിരവെപ്പിന്റെ പൂജയ്ക്ക് എത്തിയ എല്ലാവർക്കും ആശംസകൾ. അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരുപാട് പേരുടെ പ്രത്യേകിച്ച് തുടക്കക്കാരുടെ വലിയൊരു സ്വപ്നമാണ് സിനിമയിൽ. ഞാനും ഒരു തുടക്കക്കാരി തന്നെയാണ്, അപ്പൊ എനിക്കറിയാം അതിൻ്റെത്. അപ്പൊ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ ഇതിലുണ്ട്. എല്ലാം ഇതൊരു നല്ല തുടക്കമാവട്ടെ, ഇതൊരു സൂപ്പർ ഹിറ്റ് പടം ആവട്ടെ. ഒരുപാട് വലിയ ഡയറക്ടേഴ്സും എല്ലാവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ മുന്നിൽ നിന്ന് വന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ, ഈ പൂജയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. സ്ക്രിപ്റ്റ് ഇതിന്റെ പ്രൊഡക്ഷൻ കമ്പനി ആക്ടേഴ്സ് ഫാക്ടറി പ്രൊഡക്ഷൻസിന്, അതായത് ലിബിയ സെബാസ്റ്റ്യന് ഇവിടെ കൈമാറുന്ന ചടങ്ങാണ് വേദിയിൽ അടുത്തതായിട്ട് നടക്കുന്നത്. ഡയറക്ടർ പ്രൊഡ്യൂസർക്ക് സ്ക്രിപ്റ്റ് നൽകുകയാണ്. എല്ലാ പ്രതീക്ഷകളോടും കൂടി മധുരം വെപ്പ് നല്ല ഭംഗിയായിട്ട് തന്നെ അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം പ്ലാൻ ഇതുപോലെ തന്നെ എല്ലാം ഷെഡ്യൂളിൽ തന്നെ പോകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നല്ലൊരു സിനിമ നമ്മൾ സിനിമാ പ്രേമികൾക്ക് സമ്മാനിക്കാൻ ഇവർക്ക് ഈ ടീമിന് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടിരിക്കാം. പാട്ട് പൈററ്റ്സ് ഓഫ് ഇടുക്കിയുടെ പാട്ട് റെഡിയായി. ഇനി നമ്മൾ അതിന്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിലേക്ക് എന്റെ അടുത്ത പടങ്ങളിലേക്കെല്ലാം ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന, ചേർത്ത് നിർത്തുന്ന ഒരു കലാകാരനാണ്. ഇവിടെ ഒരുപാട് വിളിച്ചു, പക്ഷെ ആ സമയത്തൊന്നും എത്തിയില്ല. എന്തായാലും വളരെ വൈകിയാണ് എത്തിയതെങ്കിലും ആക്ടേഴ്സ് ഫാക്ടറിയുടെയും മധുരം വെപ്പ് ടീം തന്നെ ഷൂട്ട് ആരംഭിക്കുന്ന ഈ ചിത്രത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ചടങ്ങ് ഇവിടെ അവസാനിച്ചതായിട്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി. താങ്ക് യു ആൻഡ് വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ടു ദി ടീം. താങ്ക് യു.
മധുരം വെപ്പ് എന്ന സിനിമയുടെ പൂജ അതിമനോഹരമായി നടന്നു. കാരണം ആ പടത്തിൻ്റെ പേര് പോലെ തന്നെ ഈ പടത്തിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷ് ഇടുക്കി എന്ന ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ നമ്മുടെ ബൈജു എഴുവന്നച്ചേട്ടൻ അഭിനയിച്ച കൂടോത്രം എന്ന സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ്. ആ സിനിമയുടെ തിരക്കഥാകൃത്ത് നമ്മുടെ സന്തോഷ് ഇടുക്കിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു പൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എല്ലാവരും പറയുന്ന പോലെ മധുരം വെപ്പ്, ആ മധുരം വെപ്പ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ പല അർത്ഥങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ആ ചിത്രത്തിൻ്റെ ടൈറ്റിലിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായില്ല, പവേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഡയറക്ടർ തന്നെ ഇതിൽ വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പേര് മലയാള സിനിമയിലുള്ള ഒരുപാട് പ്രഗത്ഭരായ പ്രൊഡ്യൂസർമാരും നായകന്മാരും നിർമ്മാതാക്കളും എല്ലാവരും അതിൽ പങ്കുചേർന്ന് നമ്മുടെ ലിസി സ്റ്റീഫൻ ചേട്ടൻ, പിന്നെ മേജർ രവി, പിന്നെ സന്തോഷ് കീഴാറ്റൂര്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ബൈജു ചേട്ടൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പടം അതിമനോഹരമായി തീരാനുള്ള എല്ലാ ആശംസകളും എല്ലാവരും ഇതിൽ അർപ്പിച്ച് ഈ പടത്തിൻ്റെ പേര് പോലെ തന്നെ മധുരം വെപ്പ് എന്ന ഈ പടത്തിൻ്റെ പേര് പോലെ തന്നെ പടം നല്ലൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസറിനും പിന്നെ കൂടാതെ എൻ്റെ ഡയറക്ടറിന് ഇതിൽ അഭിനയിക്കാൻ കാസ്റ്റിംഗ് കോൾ വഴി നിശ്ചയിച്ചവരും അല്ലാത്തവരെയും എല്ലാവർക്കും, പിന്നെ ഇതിൻ്റെ ടെക്നീഷ്യന്മാർ, അവർക്കൊക്കെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇനി നമുക്ക് ഇത് ബിഗ് സ്ക്രീനിൽ കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. മനോജ് കൊച്ചി. താങ്ക് യു. കൂടോത്രത്തിന് ശേഷം ഒരു ലീഡ് റോൾ ചെയ്യുന്ന സിനിമയാണ് മധുരം വെപ്പ്. എന്നെ സംബന്ധിച്ച് മധുരം പോലെ പ്രിയപ്പെട്ടതാണ്. കാരണം എൻ്റെ കൂടോത്രത്തിൻ്റെ റൈറ്റർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ആക്ടേഴ്സ് ഫാക്ടറി എന്നുള്ള 60 പേര് ചേർന്ന് ലിബിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. കൂടോത്രത്തിൻ്റെ ഒരുപാട് ടെക്നീഷ്യൻസ് ഇതിനകത്തുണ്ട്. DOP ജസ്മിൻ, അതുപോലെ ജയൻ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്കൊരു കൂടോത്രത്തിന് ശേഷം ചെയ്യുമ്പോൾ വീണ്ടും ഒരു കുടുംബം പോലെ ചെയ്യാവുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് ക്യാരക്ടർ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്. തൊഴുത്തിന് ആ പടത്തിലേക്ക് ജൂൺ 12-ാം തീയതി അതിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കൂടോത്രത്തിൻ്റെ തമിഴ് പതിപ്പ് ജൂലൈയിൽ ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും തിരക്കുണ്ട്. എന്തായാലും സന്തോഷമുണ്ട്. എന്താ പറയുക, നല്ല സിനിമകളെ പ്രേക്ഷകർ ഉറപ്പായിട്ടും വിജയിപ്പിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഈ മധുരം വെപ്പും ഈ എൻ്റെ ടീമിനെയും സപ്പോർട്ട് ചെയ്യുക. അല്ല, ഒരു വെപ്പ് എന്ന് പറയുമ്പോൾ എല്ലാം അടങ്ങിയിട്ടുണ്ട് അല്ലേ. മധുരം വെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും അറിയാം. അതായത് പ്രത്യേകിച്ച് കൂടുതൽ ക്രിസ്ത്യൻസിനാണ് കല്യാണത്തിൻ്റെ തലേ ദിവസം മധുരം വെപ്പ് ചടങ്ങുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാം ഉണ്ട്. വെപ്പ് എന്ന് പറയാനായിട്ട് അങ്ങനെയല്ല, ബട്ട് ഒരു എൻ്റർടൈനറാണ്, അന്ന് ഒരു ത്രില്ലറാണ്. കുറേ കാര്യങ്ങൾ അവർ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് തിയേറ്ററിൽ വന്നിട്ട് കാണുക എന്നുള്ളതാണ്. അതിനേക്കാളുപരി നമ്മുടെ സാൻജോ പ്രൊഡക്ഷൻസ് പറഞ്ഞ എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതും പൈറേറ്റ്സ് ഓഫ് ഇടുക്കി. താങ്ക് യു. ഹലോ, താങ്ക് യു. എന്താ പറയാ, എല്ലാവിധ ആശംസകളും അഭിലാഷേണ്ടതിന്. മധുരം വെപ്പ്, മധുരം ഒരു വെപ്പാണ് പരിപാടി. അതിനെ കുറിച്ചുള്ള വെറൈറ്റി സബ്ജക്ട് കൂടോത്രത്തിന് ശേഷം കൂടോത്രം എഴുതി ശേഷം പൈറേറ്റ്സ് ഓഫ് ഇടുക്കി എന്ന് പറഞ്ഞൊരു പടം. ഇടുക്കിയിലെ മാത്രം ആളുകളെ വെച്ച് തുടങ്ങി കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പുതിയ ആളുകൾ, കേരളത്തിലെ ഏറ്റവും വലിയ ആക്ടിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്നത് നമ്മളാണ്, ആക്ടേഴ്സ് ഫാക്ടറി. അങ്ങനെ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിനയിപ്പിക്കുന്ന സിനിമയാണ്. ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ ഒത്തിരി നടന്നിട്ടുണ്ട്. ഇടുക്കിക്കാരായതുകൊണ്ട് നിങ്ങൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് കൊച്ചിൻ ഹരിശ്രീ പോലുള്ള മിമിക്രി ട്രൂപ്പുകളിലും ഒക്കെ മിമിക്രി എന്നാണ് വന്നത്. ഇവിടം വരെ എത്തി. ഇതുപോലുള്ള കലാകാരന്മാർ ഇവരുടെ മിമിക്രി പോലെ നമ്മൾ മാറ്റാപരിപാടിയായിട്ട് വന്നതാണ്. ഇന്നിപ്പം ഞങ്ങൾ ഇവിടെ എത്തി, ഈ ഒരു പരിപാടി വരെ എത്തി. ദൈവത്തിൻ്റെ കൃപ, അത് നിങ്ങളെപ്പോലുള്ളവരുടെ ഒരുപാട്. അപ്പം മധുരം വെപ്പ് 12-ാം തീയതി തുടങ്ങുകയാണ്. ഞങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വരണം, നിങ്ങളും വരണം. നിങ്ങളുടെ നമ്പർ നമ്മളിത് കൊടുത്തിട്ട് അഭിനയിക്കാൻ നമുക്ക്. അപ്പം എല്ലാവരോടും നന്ദി. എല്ലാവിധ ആശംസകളും മധുരം വെപ്പിന് നേരിടണം. കൂടോത്രത്തിന് ശേഷം നല്ലൊരു സിനിമ.